കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം വിശുദ്ധ തോമസ് ശ്ലീഹായെ പറ്റിയാണ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ, അതുപോലെ പ്രത്യേകമായിട്ട് നമ്മൾ പറയും കേരളത്തിലെ അപ്പസ്തോലനാണ്. കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മർത്തോമൻ ക്രിസ്ത്യാനികൾ എന്ന് ഇപ്പം കേരളത്തിലെ മാത്രമാണ് പറയുന്നതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊന്ന് പറയാനാണ്, ഒരു കാര്യമൊന്ന് ചിന്തിക്കാനാണ്. ഞാൻ ഇത് പലപ്പോഴും ഇപ്പം പലരും കേട്ട് സെൻറ്റ് തോമസിൻ്റെ കഴിഞ്ഞു, ദുഃഖാന പെരുന്നാൾ കഴിഞ്ഞു എങ്കിലും ഞാൻ പലപ്പോഴും പറയാമെന്ന് വിചാരിച്ചു, പിന്നെയും വിചാരിച്ച് വേണ്ടാന്ന്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഒരു വല്ലാത്ത വിഷമം. ഞാൻ തോമസ് സംശാലുവായിരുന്നു. ഡൗട്ടിങ് തോമസ് ഇംഗ്ലീഷിൽ റിവൈസ്ഡ് എഡിഷനിൽ പറയുന്നുണ്ട്. ഒരു പടം അതിൻ്റെ ബൈബിളുണ്ട്. ആ ഫോട്ടോ എല്ലാം കണ്ടിട്ട് കർത്താവിനെ ആ മുറിവുകളിൽ തൊടുന്ന തോമസ്, കാൽക്കൽ വീഴുന്നു തോമസ്, വീണുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഉറക്ക സങ്കടത്തോടു കൂടി വിളിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, ആ പിക്ചറിൻ്റെ അടിക്കുറിപ്പ് ഇതാണ്, ഡൗട്ടിങ് തോമസ്. അപ്പോൾ അത് ഇംഗ്ലീഷ് വേദപുസ്തകമാണ്. ഇനിയിപ്പോൾ സുറിയാനി നേരിട്ട് മലയാളത്തിലൂടെ പരിഷ്കരിച്ചതിൽ സംശാലുവായ തോമസ് എന്നാണ്. അതൊക്കെ തീർത്തും അക്ഷന്തവ്യമായ തെറ്റുകളാണ്. കാരണം ഒരു സുറിയാനി പാരമ്പര്യത്തിൽ സുറിയാനി പുസ്തകം ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് പറയാൻ പാടില്ല ടൈറ്റിൽ. പിന്നെ അപ്പോൾ ഇത് എൻ്റെ പേരും തോമസ് എന്നാണ്. മലങ്കര കത്തോലിക്ക സുറിയാനി കത്തോലിക്ക സഭാംഗമാണ്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ അതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. എന്താണ് തോമസ് ശ്ലീഹായെ മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത്? സംശയാലുമായിരുന്നു. ബൈബിൾ വായിക്കും തോറും ആ സംശയം ബലപ്പെട്ട് വരുവാണ്. ഇവർ കാണിക്കുന്നത് ഇത് ഒരു വല്ലാത്ത ഒരു തെറ്റാണല്ലോ ഇതിൽ വെച്ചിരിക്കുന്നത്. ചിലരെയൊക്കെ അവഹേളിച്ച് കുറ്റം പറഞ്ഞ് നിന്ദിച്ചൊക്കെ ഒരു ഹരമാണ്. ആ രീതിയിലായി പോയല്ലോ ഇത്. ബൈബിൾ ഇത് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ബൈബിളിൽ ഈ ടൈറ്റിൽ കൊടുത്ത് ഇട്ടിരിക്കുക. എന്തുവാണ് ഈ ടൈറ്റിൽ? അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ ചിന്തിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അല്പസമയത്തേക്ക്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ ഇത് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നില്ല പലരും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം, കഴിയുന്നിടത്തോളം എല്ലാവർക്കും. കാരണം എന്താണെന്നോ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം തോമസ് ശ്ലീഹായെ പറ്റി. ഇങ്ങനെ പറയുന്ന തെറ്റുകൾ നമ്മുടെ പിതാക്കന്മാരിൽ ചിലരും വൈദികരിൽ ചിലരും ഒക്കെ മുൻപ് എല്ലാവരുമായിരുന്നു, ഇപ്പോൾ ചിലരേ ഉള്ളൂ. കാരണം തെറ്റുകളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നതിലൊക്കെയുള്ള തെറ്റുകൾ സാധാരണ ജനങ്ങൾ ഉണരണം. അത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കണം. അവരോട് ആരോടും കുസ്തിക്ക് പോകാനോ തെറ്റ് തിരുത്താൻ പിതാക്കന്മാരോട് പറയാനോ ഒന്നുമല്ല, സ്വകാര്യമായിട്ട് പറയാം. ഞാൻ 1981 മുതൽ ഞാൻ സ്വകാര്യമായിട്ട് പല വൈദികരോടും പറയുമായിരുന്നു, വൈദികരോടൊക്കെ. അപ്പം ചിലരൊക്കെ തിരുത്തിയിട്ട് അത് ശരിയാണല്ലോ എല്ലാം ഞാൻ വിശദീകരിച്ച് പറയുമ്പോൾ കേൾക്കും. എനിക്ക് പൊതുപ്രവർത്തന സഭയിലുണ്ടായിരുന്നുകൊണ്ട് എനിക്കെല്ലാവരെയും കാണാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ചിലരൊക്കെ തിരുത്തി പറയാറുണ്ടായിരുന്നു. ഇങ്ങനെയും ഒരു വശമുണ്ട്, തോമസ് ശ്ലീഹ സംശയിച്ചില്ല, സംശയം കൊണ്ടല്ല അതങ്ങനെ വന്നത് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒക്കെ പറഞ്ഞൊരു മയത്തിൽ വിടുമായിരുന്നു. അപ്പോൾ പിന്നെയും ബൈബിൾ ഇതല്ലേ അനുസരിച്ച് വരുന്നത് ഇങ്ങനെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ടൈറ്റിൽ ഇത് എങ്ങനെ വന്നു എന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, വ്യക്തമായിട്ടുള്ള എൻ്റെ ധാരണ അന്നും ഇന്നും എന്നും അത് തന്നെയാണ്. നമ്മൾ മർത്തോമൻ ക്രിസ്ത്യാനികളുടെ ആ ചരിത്രം ഒന്ന് നോക്കിയാൽ, എല്ലാം കൂടെ ഒന്നും പറയുന്നില്ല, ഓടിച്ച് ഓരോ വാക്യങ്ങൾ പറയാം. ഇവിടെ ലത്തീൻകാർ വന്നപ്പോൾ, പാശ്ചാത്യ മിഷണറിമാർ വന്നപ്പോൾ അവർക്ക് മാർത്തോമൻ ക്രിസ്ത്യാനികളെ സംശയം അറിയത് എന്താണ്? ഇവർ കത്തോലിക്കരാണോ? ഇവർ കത്തോലിക്ക വിശ്വാസമുണ്ടോ? തെറ്റായിട്ടുള്ള ശീശ്മക്കാരാണോ? ഇതിനൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. സംശയത്തോടാണ് മാർത്തോമൻ ക്രിസ്ത്യാനികളെ കണ്ടിരുന്നത്. അതും പൗരസ്ത്യരായതുകൊണ്ട് കുറച്ചുകൂടെ ഇവർക്ക് എങ്ങനെ ഈ അറിവ് കിട്ടും? ഞങ്ങൾക്ക് പൗരസ്ത്യർക്കും പാശ്ചാത്യർക്ക് മാത്രമല്ലേ ഉള്ളൂ ശരിയായിട്ടുള്ള അറിവ് എന്നൊക്കെയുള്ള ഒരു നിന്ദ വചനം, ഒരു അല്പം താഴ്ത്തിക്കെട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ
അതിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ അവരുടെ കൂടെ കൂട്ടം കൂടിയാണ് നമ്മൾ മലബാർ റീത്ത് കത്തോലിക്ക സഭയിലെ സിറോ മലബാർ റീത്ത് സുറിയാനി സഭയാണ്. പക്ഷേ സുറിയാനിയുടെ സഭയുടെ പാരമ്പര്യം പകുതിയും കളഞ്ഞ് ഇപ്പോൾ 50-50 പകുതി മുഴുവനായിട്ട് അതെടുത്തിരുന്നെങ്കിൽ അത് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സുറിയാനി സഭയിൽ ഇപ്പോഴും പകുതി അതും പകുതി ഇതും ലത്തീനീകരണവും അതുകൂടാണ്. അപ്പോൾ ഇവരെല്ലാം മർത്തോമ ക്രിസ്ത്യാനികളാണ്. കാര്യം എന്തോ ആയാലും ഇനി മർത്തോമ ക്രിസ്ത്യാനികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ പലയിടത്തും വടക്കേ ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഗുജറാത്തിലൊക്കെ വന്നിറങ്ങി അവിടുന്ന് വന്ന് ഗോവയിൽ പോയി. പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികളായിരിക്കാൻ ചിലർ ഇവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു ഉണ്ട്. അവരും മർത്തോമ പാരമ്പര്യമൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പോഴെങ്ങനെ വന്നു ക്രമേണ ഗോവ അങ്ങനെ തീരപ്രദേശങ്ങൾ അവിടെ എല്ലാം പോയി, മഹാരാഷ്ട്രയിലെല്ലാം അവിടെ നിന്ന് വന്നു. അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹം അന്ന് ഈ സുറിയാനി സമൂഹം മർത്തോമൻ ക്രിസ്ത്യാനി സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ലത്തീൻകാരിങ്ങനെ വന്നപ്പോൾ അവർ മിഷണറിമാർ വന്നപ്പോൾ അവർ ലത്തീനീകരണത്തിലോട്ട് മാറി. അവിടെ പിന്നെ ആരുമില്ലാതായി, എല്ലാം ലത്തീൻ വിശ്വാസത്തിലോട്ട് പോയി. ലത്തീൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ലത്തീന് ആചരണം ആചാരത്തിലോട്ട് പോയി, അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് കേരളത്തിലാണ്. പിന്നെ ശ്ലീഹ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയാണല്ലോ മരിച്ചത്. അപ്പോൾ അവിടെയും അവർ ഉള്ളത് ഏതാ ലത്തീനീകരണം, ലത്തീൻ സഭയിലോട്ടായി, ലത്തീൻ റീത്തിലോട്ട്. സഭ ലത്തീൻ റീത്ത് എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ അന്ത്യോക്യൻ റീത്താണ് സുറിയാനി സഭകൾ ഞങ്ങളുടെ. അപ്പോൾ ഇനി മലബാർ റീത്തർ പറയുമ്പോൾ അവർ കിഴക്കൻ സുറിയാനി ആണ്. മലബാർ റീത്ത്, സിറോ മലബാർ റീത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പാശ്ചാത്യ സുറിയാനി റീത്തിനെ അംഗീകരിക്കുന്നവരാണ്. അതിലുള്ള പാരമ്പര്യങ്ങളും ആചരണങ്ങളും ആചാര്യ മര്യാദകൾ എല്ലാം പാലിക്കുന്നതാണ്. ആരാധന രീതികളുമെല്ലാം ആ രീതിക്ക് കൊണ്ടുവരുന്നതാണ് ഈ ഞങ്ങൾ സിറോ മലങ്കര റീത്ത്. അല്ല വെറും റീത്തുകാരെന്ന് പറയുന്ന നേരത്തെ ഈ ഇവാനീസ് പിതാരികൾ വന്ന മലങ്കര സുറിയാനി കത്തോലിക്കരെ മാത്രമായിട്ട് പറയുമായിരുന്നു. അതിപ്പോൾ അങ്ങനെയല്ല. റീത്ത് എന്ന് പറയുമ്പോൾ ആ പാരമ്പര്യം അത് യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, പിന്നെ തൊഴിയൂർ സഭ, ഇതിലൊക്കെ ഈ റീത്താണ്. അവരെല്ലാം ഈ റീത്തിലാണ്. അന്ത്യോക്യൻ റീത്താണ് ആചരിക്കുന്നത്. പോട്ടെ. അപ്പോൾ നമ്മൾക്ക് ബാക്കി അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് ഇപ്പോൾ തോമാശ്ലീഹയെ പറ്റി വളരെ കുറച്ച്, പത്രോശ്ലീഹയെ പറ്റിയാണ് സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ശിഷ്യന്മാരിൽ. യോഹന്നാശ്ലീഹയെ പറ്റിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ തോമാശ്ലീഹയെ പറ്റി പറയുന്നുണ്ട്. കൂടുതലായിട്ടും മറ്റ് ശിഷ്യന്മാരെ പറ്റി അധികം പറയുന്നില്ല. ഇതിൽ അല്പമുണ്ട് ഈ തോമാശ്ലീഹയെ പറ്റി. അപ്പോൾ നമുക്ക് അതിലാദ്യം കണ്ട് തോമാശ്ലീഹയുടെ ഒരു സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് അതിനു വേണ്ടി ഉള്ള ഒരു ശകലം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ. അപ്പോൾ ആ ഭാഗം ഇങ്ങോട്ട് ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവ് പോകുന്ന ഭാഗമാണ്. യേശു പോവുകയാണ്. 4 ദിവസമായി ആദ്യം പോകാതിരുന്നിട്ട് അത്രയും ദിവസമായപ്പോൾ പിന്നെ പോകുന്നു. പോയിട്ട് കർത്താവ് വളരെ കാര്യമായിട്ട് അവരോട് പറയുന്നു. അല്പം രസത്തോടുകൂടിയാണ് പറഞ്ഞത്. ഞാൻ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് നമ്മൾ യൂദയായിലോട്ട് പോവുകയാണ് എന്ന് അവരോട് അങ്ങനെ യേശു ഉറപ്പിച്ച കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ 8-ാം വാക്യത്തിൽ പറയേണ്ട ശിഷ്യർക്ക് ഭയമായി. അവർ ഭയന്ന് പറയുന്നു, ഇപ്പോഴേ നിന്നെ എവിടെ വെച്ച് കണ്ടാലും ഗുരു അങ്ങേ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് അവർ ആലോചിക്കുകയാണ്. അങ്ങനെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ പോകുന്നുവോ? അപ്പോൾ ആ സമയത്ത് എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ വിശുദ്ധ തോമാശ്ലീഹ പറയുന്നുണ്ട്. തോമസിനെ പറയുമ്പോൾ തോമസ് എന്ന തോമസ്. ഈ ദിദിമോസ് എന്ന് പറയുന്നതും ഗ്രീക്ക് ഭാഷയിൽ ട്വിൻ, ഇരട്ട. ഇനിയും ഇപ്പോൾ തോമസ് എന്ന് പറയുമ്പോഴും അരമായ ഭാഷയിൽ നിന്നുള്ള അതിൻ്റെ ഒരു അർത്ഥമാണ് തോമസ് എന്ന് പറയുമ്പോഴും ട്വിൻ എന്നുള്ളത്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥ പേര് യൂദ എന്നാണെന്ന്
മാർത്തോമ സുവിശേഷത്തിൽ, മാർത്തോമയുടെ സുവിശേഷം വേറെ പ്രത്യേകമുണ്ട്, നമ്മൾ ആധികാരികമായിട്ടുള്ളതല്ലാത്തത് കൊണ്ട് ബൈബിളിൽ ചേർത്തിട്ടില്ല, അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യൂദാസ് എന്നുള്ളതാണ് പേരെന്ന്, യൂദ എന്നാണ്. അപ്പോൾ എന്തായാലും തോമാസ് ശ്ലീഹ അവരോട് പറയുകയാണ് ഇത് കേട്ടിട്ട്, അവനോടൊപ്പം പോയി നമുക്കും മരിക്കാം. യേശു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശു വെറുതെ കളയി പറയത്തില്ലെന്നറിയാം, തമാശ ഒന്നുമല്ല, കാര്യമായിട്ട് പറയാൻ പോകുന്നെന്ന്, ലാസറിനെ ഉണർത്താൻ പോകുന്നെന്ന്. അപ്പോൾ പറയുകയാണ് നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. വേറെ ആർക്കെങ്കിലും പറയാൻ തോന്നിയോ? അപ്പോൾ തോമാസ് ശ്ലീഹയുടെ സ്വഭാവം എന്താണ്? ധൈര്യവും മുന്നോട്ട് ഉറപ്പിച്ച കാര്യം, അതിന് എന്ത് പ്രതിബന്ധമുണ്ടായാലും അത് സാധിക്കുക, അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്യുക. നമ്മൾ ഗുരു പോകുമ്പോൾ ഗുരുവിനെ ഒറ്റയ്ക്ക് വിടാനല്ല, നമുക്കും പോയി മരിക്കാം, ഗുരു മരിക്കുന്നെങ്കിൽ നമുക്കും മരിക്കാം. ആ ഒരു സ്നേഹമാണ്, എന്ത് അപാരമായ സ്നേഹമാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് കാണുമ്പോഴുള്ള ഒരു ആ ഒരു വേദനയുണ്ടല്ലോ ഹൃദയത്തിനുള്ള, ആ വേദനയാണ് അവിടെ തോമാസ് ശ്ലീഹയ്ക്ക് എപ്പോഴും പിന്നീട് ഉണ്ടായത്. അതിനാണ് ഇവർ സംശയം എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുചെന്ന് അപ്പോൾ യേശുവിൻ്റെ കൂടെ നമുക്കും പോയി മരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സ്വഭാവം. അപ്പോൾ നമുക്ക് മറ്റ് ശിഷ്യന്മാർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലെ സംഭവമൊക്കെ കഴിഞ്ഞു. ആ രണ്ടുപേരും തിരിച്ചു വന്ന് 36-ാം വാക്യത്തിൽ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരായി എമ്മാവൂസിൽ പോയി കണ്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞവർ ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ആർക്കാ സംശയം വന്നേ? തോമസിനാണോ? അല്ല, തോമാസ് ശ്ലീഹയ്ക്കല്ല. തോമാസ് ശ്ലീഹ അപ്പോഴവിടെ ഇല്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. അവസാനം ഒരു കഷ്ണം മീൻ വറുത്തത് ഭക്ഷിച്ചാണ് അവരെ ബഹവാന്മാരാക്കിയത്, അവരുടെ അവിശ്വാസം മാറ്റിയത്, വിശ്വസിപ്പിച്ചത്. ഭൂതമല്ല, കർത്താവ് തന്നെയാണ്, യേശു തന്നെയാണെന്ന്. അപ്പോൾ ഇതെല്ലാം കർത്താവ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഭയന്ന് വിറയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് സന്തോഷമുണ്ട്, സന്തോഷത്തോടെ ആയിരിക്കാം. അവർ അവിടെ അടുത്ത 41-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നിട്ടും അവർ സന്തോഷ അധികത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. അതാണ്. അപ്പോൾ ആരാ ഇവിടെ? തോമസ് അല്ല, അവിശ്വാസിയായത്, സംശയാലുവായത് എല്ലാവരും കൂടാണ്. ഇനി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലോട്ട് പോയാൽ 16-ാം അധ്യായത്തിൽ കർത്താവ് ശിക്ഷകണത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ഒരാളില്ലല്ലോ, 12 അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം ആരാ കണ്ടവർ? സ്ത്രീകൾ വന്ന് പറഞ്ഞു, മറ്റെല്ലാം മറിയവും കൂട്ടരും ഒക്കെ വന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അവിശ്വസിച്ചതുകൊണ്ട്, വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ആരെയാണ്? തോമസിനാകുന്നത് അല്ലേ? ഇവരെല്ലാവരും ഇങ്ങനെയായിരുന്നു. പിന്നെന്തിന് ഈ തോമസ് ശ്ലീഹായി മാത്രം ഇങ്ങനെ പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലത്തീൻ അവരുടെ ആ സ്വഭാവം, ലത്തീൻ സഭയുടെ, അത് ഇവിടെ അവർ കാണിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ മനസ്സിലായല്ലോ, ഇവരെല്ലാവരും തന്നെ ആരും വിശ്വസിച്ചില്ല. കർത്താവ് കയ്യും കാലും ഇതെല്ലാം കാണിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ മുറിവുകളെല്ലാം കാണിച്ചു. അങ്ങനെയാണ് അവർക്ക് കുറച്ചൊക്കെ അത് വന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 20-ാം അധ്യായത്തിൽ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ
പറയുന്നുണ്ട് 20 മുതൽ 20 അധ്യായത്തിൽ 1 മുതൽ 10 വരെ യോഹന്നാനും പത്രോസും കൂടെ അവർ കല്ലറയിലേക്ക് ഓടി, അത് പറയുന്നുണ്ട്. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ യോഹന്നാനും പത്രോസ് ആദ്യം എത്തി അവിടെ കാത്തു നിന്ന് പത്രോസ് അകത്ത് കയറി. അപ്പോൾ മറ്റേ ശിഷ്യൻ യോഹന്നാനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അപ്പോൾ പിന്നെ തോമസ് മാത്രമാണ് കണ്ടെങ്കിലേ വിശ്വസിക്കത്തോളം എന്ന് പറയുന്നത്. അവർ കണ്ട് വിശ്വസിച്ചു. പക്ഷേ എന്നിട്ടും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ഈ മടങ്ങിപ്പോയി എന്ന് പറയാൻ അവർക്കൊരു ഭയാശങ്കകളോടാണ് മടങ്ങിപ്പോകുന്നത്. ഇതെങ്ങനെ പറയണം, എന്ത് പറയണം, മറ്റുള്ളവർ ഇതെങ്ങനെ വിശ്വസിക്കും എന്നുള്ള ആശങ്കകളോടുകൂടിയാണ്. അല്ലാതെ ആരും അങ്ങനെ ഉടനെ അങ്ങ് വിശ്വസിച്ചില്ല. തോമാശ്ലീഹായി കുറ്റം പറയത്തക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ചെറുപ്പം മുതൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ വന്നു എന്നുള്ളത്. കാരണം എൻ്റെ പേരും ഇത് തന്നെ ആയതുകൊണ്ട് എനിക്കൊരു പ്രത്യേകത തോന്നി. ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്നെയും ചിലർ അപ്പോഴത്തെ കളിയാക്കുമായിരുന്നു. സംശയാലുവായ തോമസ്, സംശയിക്കുന്ന തോമസ്, കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ. ചില കാര്യം ഞാൻ ഇച്ചിരി യുക്തിബോധമൊക്കെ കൂടിപ്പോയതുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടു. അവിടെ പോയി അവർക്ക് ഇവരെല്ലാം കണ്ടിട്ടൊന്നും അവർക്ക് പൂർണ്ണമായിട്ട് കാണാതങ്ങ് വിശ്വസിച്ചതല്ല. കർത്താവ് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. മഗ്ദലന മറിയവും കൂട്ടരുമൊക്കെ ചെന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിച്ചില്ല. പിന്നെ ഇതിനകത്ത് വിശ്വാസം വന്നത് പരിശുദ്ധ അമ്മയുണ്ട്, അവിടെ മറ്റു കുറേ ശിഷ്യന്മാരുണ്ട്, സ്ലീഹന്മാരല്ലാതെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അതാണ് കർത്താവ് അവരെ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ അന്ന് ആഴ്ചയുടെ അത് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യേ നിന്നും അവർക്ക് സമാധാനം പറഞ്ഞു. അവരൊക്കെ കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പോഴാണ് അവിടെ തോമസ് ഇല്ലായിരുന്നു എന്ന് അടുത്തത് പറഞ്ഞ് 24-ാം വാക്യത്തിൽ ദിദിമോസ് അവിടെ ഇല്ലായിരുന്നു, അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. കാരണം ദിദിമോസിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ധൈര്യവും കാര്യങ്ങൾ അന്വേഷിക്കലും ഇച്ചിരി കൂടുതൽ ധൈര്യമാണ്, കൂടുതൽ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇവരെല്ലാം ഭയന്ന് കഥകളച്ചിരിക്കുമ്പോൾ വെളിയിലൊക്കെ പോയി അവിടുത്തെ വാർത്തകളൊക്കെ അറിയാൻ യഹൂദരെ ഭയന്നാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥിതി എന്തൊക്കെയാണ് സ്ഥിതി ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നെല്ലാം അറിഞ്ഞ് ആരാഞ്ഞറിഞ്ഞ് ഇവിടെ വരണം, വന്ന് ഇവരോട് പറയണം, ഇവരെ മനസ്സിലാക്കിക്കണം. അപ്പോൾ ഇത് ധൈര്യമില്ലാഞ്ഞിട്ടോ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ പോയത്? ആ സമയത്താണ് കർത്താവ് വന്നത്. കർത്താവും ഇച്ചിരി കാണിച്ച ഒരു രസമാണ് എന്ന് തോമസ് ഇല്ലാതെ വന്ന് എന്തു പറയും തോമസ്, ഇത്രയും മരിക്കണമെന്നൊക്കെ എന്നോട് മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ തോമസൊക്കെ എന്തു പറയുന്നറിയാവുന്നതാണ്. അപ്പോഴേ അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇങ്ങനെ 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നുവെങ്കിലും യേശു വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. തോമസിനെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ കൈകളെല്ലാം കൊണ്ടുവരിക, കാണുക, എൻ്റെ മുറിവുകൾ കാണുക, അതിൽ കൈ വയ്ക്കുക, എൻ്റെ വിലാപ്പുറത്തും തൊഴിടുക, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ തോമസ് തൊട്ടോ? ബൈബിളിൽ പറയുന്നില്ല, അതൊന്നും ചെയ്തില്ല. ഇത് കേട്ടപ്പോഴേ അവിടുന്ന് തോമസ് എന്തുവാ പറഞ്ഞത്? എൻ്റെ 28-ാം വാക്യം തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോഴേ ഇതുവരെ കർത്താവാണെന്ന് യേശു എല്ലാവരും പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ദൈവമാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലായിരുന്നു, അന്ന് വരെ, ഇന്നല്ല, ആ സമയം വരെ ആരും പറഞ്ഞിട്ടില്ല. അതിന് ശേഷവും പറയുന്നത് പിന്നീടാണ്. ഇപ്പം ദിവസവും നാളും എല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ദൈവം കൂടെ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് തോമാശ്രീയാണ് അതിന് മുൻപേ പറഞ്ഞ്, എൻ്റെ ദൈവവുമേ. യേശു ദൈവവും കൂടെ ആണെന്ന് ഞാൻ അങ്ങനെ പറയുമോ ദൈവമേ യേശുവേ? എൻ്റെ സംശയമൊന്നുമല്ല. ഞാനില്ലാത്തപ്പോൾ എന്തിനു വന്നു? ഞാൻ ഉള്ളപ്പോൾ വന്ന് എന്നെ ഇവിടെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചില്ലേ? മരിക്കാൻ ഞാൻ തയ്യാറായിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? മറ്റുള്ളവരെയൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചില്ലേ? അവരെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ചില്ലേ? അപ്പോഴെന്നെ അവിടെ ഒരു ഇച്ചിരി ഒരു കാണിക്കായിരുന്നു എന്നുള്ളത് തോമസ് പരിഭവം, സംശയമില്ല,
പരിഭവമാണ്. ഇപ്പോഴും ബൈബിളിൽ അതൊക്കെ തിരുത്തിയിട്ടില്ല. പിന്നെയും തോമസിൻ്റെ സംശയം ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തി POC ബൈബിളിൽ തോമസിൻ്റെ സംശയം എന്നൊക്കെ കാണിക്കും. എന്തിനാണ് ഇത്? ഇപ്പോഴത്തെ റിവൈസ്ഡ് എഡിഷൻ ഇംഗ്ലീഷ് ബൈബിളിൽ തോമസ് ആൻഡ് ജീസസ്, തോമസ് വിത്ത് ജീസസ് എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ കൂടെ, തോമസ് യേശുവിൻ്റെ കൂടെ എന്ന് മാത്രം അവരൊന്ന് റിവൈസ്ഡ് എഡിഷനിലാണ്. അതിന് മുമ്പുള്ളതിലെല്ലാം ഡൗട്ടിങ് ആണ്, ഡൗട്ടഡ് എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തങ്ങ് മാറ്റിയാൽ ഇവർക്ക് വലിയ വലിയ പണ്ഡിതർ, ദൈവശാസ്ത്ര പണ്ഡിതർ അതിന് പറയുന്ന ഉത്തരം തയ്യാറാക്കിയതില്ലേ അവർക്ക് എങ്ങനെ ആ തെറ്റ് പറ്റുമെന്ന്. ഇവർക്കൊക്കെ ആ കൂടുതൽ തെറ്റ് പറ്റിയിരുന്നേ. കാരണം അവരുടെ പാണ്ഡിത്യവും അവരുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ കൂടുതലായിട്ട് മികച്ചു നിൽക്കുന്നതിന് അത് കുറച്ച് അവർ ഇൻറ്റൻഷൻ അവരുടെ ആ മനസ്സിലുണ്ട്. അതുകൊണ്ട് തെറ്റ് പറ്റും. ശരിയായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാകത്തില്ല. ആഴങ്ങൾ, അർത്ഥവ്യാപ്തി അറിയാതെയുള്ള വാക്കുകളൊക്കെ ചേർക്കും. ഇല്ലാത്ത വാക്കുകളൊക്കെ, അർത്ഥവ്യാപ്തി ഇല്ലാത്ത ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ആരാധനാക്രമം എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ സംശയിച്ചത് മറ്റുള്ളവരാണ്. അത്രയൊന്നും ഇവിടെ തോമാശ്രീയെ സംശയിച്ചില്ല. ഇത് തിരുത്തണം ആരെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ, ബന്ധിയരായ വൈദികർ, നമ്മുടെ അഭിവന്ധ്യ മെത്രാന്മാരൊക്കെ പറയുമ്പോഴും, പിതാക്കന്മാർ പറയുമ്പോഴും നമുക്കവരോട് സ്വകാര്യമായിട്ടൊന്ന് പറയാം, ഇത് തെറ്റാണ് പിതാവേ എന്ന്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചിലരോടൊക്കെ പണ്ട് മുതലേ പറയുന്നുണ്ട്, ഇപ്പോഴും പറയും കേട്ടാൽ. എന്നിട്ട് ഇതെന്തുകൊണ്ട് തിരുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല? അതിലിങ്ങനെ എഴുതിപ്പോയി, പിതാക്കന്മാരൊക്കെ എഴുതിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിതാവൊക്കെ അടുത്ത ഒരു 3-4 വർഷം മുൻപ് പറയുന്നത് ഞാൻ കേട്ടു. സംശയിച്ചില്ല, പരിഭവമായിരുന്നു. കുറച്ച് അത് പറയാനായിട്ട് എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് പറയണം. അത് മറ്റുള്ളവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോകൾ അയച്ചു കൊടുക്കണം. എല്ലാവരും അറിയട്ടെ, സകല ക്രിസ്ത്യാനികളല്ലാത്തവരും ഒക്കെ അറിയട്ടെ. കണ്ട് വിശ്വസിക്കുന്നവരാണ് മാർത്തോമ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് എന്ന് പറയരുത്, എന്ന് ആരും പറയരുത്. കണ്ട് അല്ല, കാണാതെയായാലും വിശ്വസിക്കും. കർത്താവ് അതാണ് പറയുക, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാവരും അങ്ങനെയല്ല, തോമസിനോടല്ല പറഞ്ഞത്. അത് തോമസ് അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. കാണാതെ വിശ്വസിക്കുന്ന ഇനിയുള്ള തലമുറ, അതിന് ശേഷവും കാണാതെ വിശ്വസിക്കുന്നവർ അന്ന് മുതൽ എന്നുള്ളതാണ്. കാണാതെ വിശ്വസിക്കുന്നവർ എല്ലാവരും ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്. കാണാതെ വിശ്വസിച്ചത് എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയും കുറച്ച് സ്ത്രീകളുമാണ്. നമ്മൾ ഈ പറഞ്ഞ സ്ത്രീകളെല്ലാം കാണാതെ അങ്ങ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് എല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തോമസിന് സംശയമില്ലായിരുന്നു, പരിഭവമായിരുന്നു കർത്താവിനോട്. കർത്താവിന് ഇച്ചിരി ഒരു എന്തുവാ അതിന് പറയുന്നത്, തോമസിനെ ഒന്ന് ഇളക്കി വിടണമെന്നുള്ള ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോമാശ്ലീഹയാണ് ഏറ്റവും കൂടുതൽ ദൂരം, ഏറ്റവും ദുർഘടം പിടിച്ച യാത്ര ചെയ്ത്, ദുർഘടം പിടിച്ച നാടുകളിൽ, അത്യാപത്തുകളുള്ള നാടുകളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച തോമാശ്ലീഹയാണ് കൂടുതലും. മറ്റുള്ളവരൊക്കെ ഉണ്ട്, നമ്മുടെ വിശുദ്ധ പൗലോസ്ലീഹയൊക്കെ ഉണ്ടായിരുന്നു, പൗലോസുമൊക്കെ അങ്ങനെയൊക്കെയാണ്. എന്നാലും അതിനേക്കാളും കൂടുതൽ ദൂരം യാത്ര ചെയ്തും വന്നും കഷ്ടപ്പെട്ടതൊക്കെ തോമാശ്ലീഹയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തോമാശ്ലീഹയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് രസിക്കാനായിട്ട്, നമുക്ക് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് രസിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ വിശുദ്ധരെ പറ്റി അങ്ങനെ പറയണ്ട. ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ളൊരു വിശുദ്ധ തെറ്റിദ്ധരിച്ച് തെറ്റും ഇപ്പോഴും പറഞ്ഞ് അവരെ ക്രൂശിച്ചുകൊണ്ടിരിക്കും, വീണ്ടും അവരെ നോവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധയാണ്, ദൈവത്തിൻ്റെ മുഖം നേരിൽ കണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മഗ്ദലന മറിയത്തെ പറ്റിയാണ് ഇനി അത് പറയാം. ഇതുപോലെയാണ് ഒരുപാട് അനാവശ്യം പറഞ്ഞ് രസിക്കുകയാണ് ഇവരൊക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ അതായി പോയെങ്കിൽ വൈദികരും പ്രിയപ്പെട്ട വന്ധ്യരായ വൈദികർ ക്ഷമിക്കണം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് തെറ്റല്ല. മഗ്ദലന മറിയവും പാപിനി എല്ലാവരും ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കാം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ.